മത്സ്യകൃഷി വേറിട്ട രീതിയിലാക്കി മെച്ചപ്പെട്ട വരുമാനം കണ്ടെത്തുന്ന ഒരു കർഷകനുണ്ട് അടിമാലിയിൽ. കോയിക്കാർപ്പെന്ന മത്സ്യങ്ങളെ വളർത്തി എക്സ്റ്റാസി റൈഡിലൂടെ വിനോദസഞ്ചാരികളെ ആകർഷിച്ചാണ് അടിമാലി ചാറ്റുപാറ സ്വദേശിയായ ജോൺ പൊറ്റാസ് തൻ്റെ പൊറ്റാസ് ഫണ്ട് ഫാമിലൂടെ വരുമാനം കണ്ടെത്തുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച മത്സ്യകൃഷി പതിയെ ഇന്നത്തെ നിലയിലേക്ക് എത്തുകയായിരുന്നു. ഹൈറേഞ്ച് മേഖലയിൽ മത്സ്യകൃഷി നടത്തുന്ന കർഷകർ ധാരാളമുണ്ട്. എന്നാൽ ജോൺ പൊറ്റാസിനെ പോലെ മത്സ്യകൃഷി വേറിട്ട രീതിയിലാക്കി വിജയം കൈവരിച്ച കർഷകർ ചുരുക്കമായിരിക്കും. എല്ലാ കർഷകരെയും പോലെ ഭക്ഷ്യയോഗ്യമായ മത്സ്യങ്ങളെയായിരുന്നു ജോൺ പൊറ്റാസും തന്റെ കൃഷിയിടത്തിലെ കുളത്തിൽ ആദ്യം നിക്ഷേപിച്ചത്. പക്ഷേ പ്രതീക്ഷിച്ച വരുമാനം ലഭിച്ചില്ല. ഇതോടെയാണ് വിനോദസഞ്ചാരികൾ കടന്നു വരുന്ന പ്രദേശത്ത് മത്സ്യകൃഷി തന്നെ എന്തുകൊണ്ട് മറ്റൊരു രീതിയിലാക്കിക്കൂടാ എന്ന ചിന്ത ജോൺ പൊറ്റാസിനുണ്ടായത്. അതോടെ ഭക്ഷ്യയോഗ്യമായ മത്സ്യങ്ങളെ ഉപേക്ഷിച്ച് ജോൺ കുളത്തിൽ കാണാൻ കൗതുകം ജനിപ്പിക്കുന്ന കോയിക്കാർപ്പിനത്തിൽപ്പെട്ട മത്സ്യങ്ങളെ നിക്ഷേപിച്ചു. പതിയെ മനുഷ്യരുമായി അടുത്തിടപഴകുന്ന രീതിയിലേക്ക് മത്സ്യങ്ങളെ മാറ്റിയെടുത്തു. അങ്ങനെ എക്സ്റ്റാസി റൈഡിലൂടെ സഞ്ചാരികളെ ആകർഷിക്കുന്ന പൊറ്റാസ് ഫൺ ഫാമായി ജോൺ പൊറ്റാസിന്റെ കൃഷിയിടം മാറി. 2018 ആയപ്പോൾ ഒരു പുതിയ ലൈനിൽ മത്സ്യകൃഷി നടത്തണമെന്ന് എനിക്ക് തോന്നി. അതായത് തിന്നാൻ വേണ്ടി അല്ലാതെ കൗതുകത്തിന് വേണ്ടി, ആനന്ദത്തിന് വേണ്ടി, എൻജോയ്മെൻറ്റിന് വേണ്ടി മീൻ കൃഷി നടത്തുക. അങ്ങനെ 5000 കോയിക്കാർപ്പ് വർണ്ണ മത്സ്യങ്ങളെ കൊണ്ടുവന്നു. അത് തരക്കേടില്ലാതെ ആയി വന്നപ്പോഴേക്കും പ്രളയം വന്ന് ഒത്തിരിയൊക്കെ നഷ്ടപ്പെട്ടു. എന്നാലും അത് വീണ്ടും തുടർച്ചയായിട്ട് കൊണ്ടുപോകും. അപ്പോൾ മീനുകളുമായിട്ട് സല്ലപിക്കാനും അടുത്തിടപഴകാനുമുള്ള സൗകര്യങ്ങൾ ശകലമുണ്ടാക്കി, ചങ്ങാടം ഉണ്ടാക്കി. നിങ്ങളൊരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സാധാരണ ചങ്ങാടം മാതിരിയല്ല ഈ ചങ്ങാടം കൂടെയുള്ളത്. എന്താണ്, നിലത്ത് തറയിൽ പടിഞ്ഞിരുന്ന് കാല് വെള്ളത്തിലിട്ട് ആ മീനുകളുമായി സല്ലപിച്ച് അങ്ങനെ അങ്ങ് പോകാൻ പറ്റുന്ന ഒരു സെറ്റപ്പിലേക്ക് വരും. അപ്പോൾ വരുന്ന ആളുകൾ മുഴുവനും ഇത് വളരെ രസകരമായിരിക്കുന്നു, ഇതുപോലെ ലോകത്തൊന്നും കണ്ടിട്ടില്ല എന്നൊക്കെ എല്ലാവരും തന്നെ പറയുന്നു. എക്സ്റ്റാസി റൈഡ് ആസ്വദിക്കാൻ ഇന്ന് സഞ്ചാരികൾ ധാരാളമായി ജോൺ പൊറ്റാസിന്റെ ഫാമിലേക്ക് എത്തുന്നുണ്ട്. കൃഷിയിടത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ചെറു തടാകത്തിലേക്ക് കാൽ നീട്ടിയാൽ കോയിക്കാർപ്പ് മത്സ്യങ്ങൾ പൊതിയും. കൗതുകമുള്ള ഈ കാഴ്ചയ്ക്കൊപ്പം മത്സ്യങ്ങളെ തൊടുകയും ചിത്രങ്ങൾ പകർത്തുകയും ഒക്കെയാകാം. എക്സ്റ്റാസി റൈഡിനൊപ്പം ചെറുതടാകത്തിലൂടെ ചങ്ങാടത്തിലുള്ള യാത്രയ്ക്കും ഏതാനും ചില വാട്ടർ ആക്ടിവിറ്റീസിനും ഫാമിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. പരാജയപ്പെട്ട ഒരു രീതിക്ക് പകരം പുതിയതെന്തെന്ന ചിന്തയാണ് ഇന്നത്തെ വിജയത്തിന് പിന്നിലെന്ന് ഇടുക്കിയിലെ ആദ്യ ലൈസൻസ്ഡ് പൈലറ്റ് കൂടിയായ ജോൺ പൊറ്റാസ് പറയുന്നു.